ഹായ് ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോൾ അതവിടെ രാവിലെ പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് തലേ ദിവസം പരത്തി വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ തണുപ്പ് പോയതിന് ശേഷം രാവിലെ എടുത്ത് ചുടുകയാണ്. പിന്നെ രാവിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ പണിക്കാരുണ്ട്, ബീരാൻകുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തെങ്ങുംതാടൊക്കെ ഒന്ന് ശരിയാക്കാനും പിന്നെ കുറച്ച് മരങ്ങളെ കൊമ്പൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തെങ്ങിൻ്റെ തടമൊക്കെ തുറന്നിട്ട് അതിലേക്ക് ഇടാനൊക്കെ പണിക്കാർ ബീരാൻകുട്ടിയൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഇന്ന് ഒരു ഉച്ചവരെയുള്ളൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം നല്ല മഴക്കാറുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്യൂല അങ്ങനെയുള്ള ഇതിൽ നിൽക്കുകയാണ്. ആ ഒരു തേക്ക് മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടി ആ ഇലയാണ് അവിടെ തെങ്ങിലൊക്കെ വെട്ടിയിടുകയാണ്. മാഷാ അല്ലാഹ്, നമ്മളെ കുമ്പളതാ നല്ല വലുതായി വന്നിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നുണ്ട്. കുറേ വന്നതൊക്കെ കുറേ എന്തോ ഒരു സാധനം കുത്തിയിട്ട് ഒക്കെ അങ്ങനെ പോയി. ഇപ്പോൾ ഇതാ 2 ഉണ്ട്. ഇങ്ങനെ ഓരോന്നും ഉണ്ടായി വരുന്നുണ്ട്. ഉള്ള ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് കൊഴിഞ്ഞു വീണ കാണാല്ല. അത് പോയിക്കും. ഇല്ല ഇതുപോലെ എന്തോ ഒന്നിങ്ങനെ കുത്തുകയാണ്. പിന്നെ അതങ്ങനെ അങ്ങോട്ട് കൊഴിഞ്ഞു പോവും. ഇതാ നമ്മളെ ബീരാൻകുട്ടിയൊക്കെ വന്നില്ലായിരുന്നു, പണിക്കുണ്ടായിരുന്ന അവർ തന്നെയാണ്. ഇവിടെ ഉള്ളൊരു തേക്കുമ്പോൾ അതൊക്കെ കൊമ്പ് വെട്ടിയ വീടുമ്പിൽക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. ബീരാൻകുട്ടിയാക്ക നിങ്ങളെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫുള്ള് ഇപ്പോൾ ഫാനായിക്കണ് ബീരാൻകുട്ടിയാക്കാക്ക്. ബീരാൻകുട്ടിയാക്ക സൂപ്പറാണ് എന്നാ പറയണേ. മീൻ ഒന്നില്ലായിരിക്കട്ടെ. അപ്പോൾ അത് ആ ബീരാൻകുട്ടിയൊക്കെ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വേറെ ആക്കിയിടുന്നുണ്ട്, കമ്പൊക്കെ വേറെ ആക്കിയിട്ടിട്ട് അങ്ങനെ നമ്മൾക്കത് ഉണങ്ങിയാൽ കത്തിക്കാൻ എടുക്കാമല്ലോ. അപ്പോൾ അവിടെ തന്നെ ഒരു ഭാഗത്ത് അങ്ങനെ എല്ലതും കൂട്ടിയിടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ നല്ല വൃത്തിയിൽ എല്ലതും വെക്കുന്നുണ്ട്. പിന്നെ ബീരാൻകുട്ടിയൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾക്ക് ഫുള്ള് പണി കിട്ടിയത്. ഇവിടെ എല്ലാം എടുത്ത് അടിച്ചേരി ഇലകളൊക്കെ പിന്നെ ആ തെങ്ങിലേക്ക് തന്നെ എടുത്തിടാനും അങ്ങനെ അവിടെ മുറ്റം അടിച്ചു തരാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വോയിസ് കൊടുത്തതിൽ വോയിസൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ കേൾക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ അവിടെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇരുട്ടായില്ലേ, ഇരുട്ടെത്തിയപ്പോൾ ചോറായിട്ടുണ്ട്. കറി ഉണ്ടാക്കാറുണ്ട്. ബീരാൻകുട്ടിയൊക്കെ ചായ കൊടുത്ത് ഇനി ചോറൊക്കെ ഉണ്ട്. ബീരാൻകുട്ടിയൊക്കെ എന്താ സുഖമില്ല, കാല് കൊണ്ട് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല, നമ്മൾ വീട്ടിലെന്തൊരു പണി ഉണ്ടെങ്കിലും അവരെ തന്നെയാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. പുതിയ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്കൊന്ന് കൊടുക്കണം. ചോറ് ഇവിടെ ആയിട്ടുണ്ട്. വേപ്പിലിൻ്റെ മരത്തിൽ നിന്ന് കുറച്ച് കറിവേപ്പില ഓടിക്കട്ടെ. കറിവേപ്പില ഫുള്ള് കേടൊന്നും പോയിട്ട് നമ്മളതൊക്കെ വെട്ടി കളഞ്ഞു. ഇവിടുന്ന് ഇതൊക്കെ കംപ്ലീറ്റ് ഒടിച്ചിട്ട് ഇലമിലൊക്കെ ഒരു പുഴു വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ 2ാമത് വരുന്ന ഈ തളിര് ഇലകളൊക്കെ ഇതൊന്നും ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ തളിര് ഇല നല്ല നോക്കിയിട്ട് തന്നെ പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഒരു തരം പുഴു വരികയാണ്. ഈ ഇലകളൊക്കെ കണ്ടില്ലേ, കാണില്ലേ? ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒക്കെ കേടന്നിട്ട്. ഇതാ നീലശംഖ് പുഷ്പം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമുക്ക് ബ്ലൂട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഷോർട്സ് ചെയ്യണം. മാഷാ അല്ലാഹ്, കുറേ പൂവുണ്ടായിട്ടുണ്ട്.
വെള്ളയും അതുപോലെ വയലറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു കേട്ടോ. എന്നും പൂവ് ഇടാറുണ്ട്. ഇതുവരെ ആരും ഞാൻ 2 ദിവസം പൊട്ടിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ എന്താ ഗുണങ്ങളൊന്നും ആർക്കും അറിയില്ല. കാരണം ഇതിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും വന്ന് പൊട്ടിച്ച് കൊണ്ടുപോകണ്ടില്ല. ഇവിടെയൊക്കെ ഉണ്ട്. അതിലിനി കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. മത്തി ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ മത്തി കറിയൊക്കെ അതിൽ ഫ്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഈരാൻകുട്ടികൾക്ക് ഇതാ പത്തിരിയും ചിക്കൻ കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പത്തിരിയും ചിക്കൻ കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ വന്നിട്ടില്ല. കട്ടൻ ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ. ചായ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അയല ഉണ്ടായിരുന്നല്ലോ, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ മീനൊക്കെ മുറിക്കുക. കിച്ചണിൽ വെച്ചിട്ട് മീനൊന്നും മുറിക്കൂല. കിച്ചണിൽ വെച്ച് മീനൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ കറി വെക്കാൻ പോണ്. ഒരു ചട്ടിയിൽ ഞാൻ തക്കാളി പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്കതാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മത്തിയാണ് കേട്ടോ കറി വെക്കുന്നത്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് വിളിക്കണത്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് ഇപ്പോൾ ഇത് എന്താണ്, നമ്മൾ എന്ത് കണ്ടാലും പാമ്പ് എന്നാണ് കേട്ടോ പറയുക. ഈ 2 പാമ്പിന് ഇതിൻ്റെ ശരിക്കും പേരൊന്നും അറിയില്ല. ഇതിനിപ്പോൾ നമ്മളവിടെ ബീരാൻകുട്ടിയൊക്കെ തെങ്ങിൻ്റെ തടങ്ങനെ ശരിയാക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ വേറെ എന്തോ ഒരു പേരാണ് അവരതിന്. അവിടെ ആ ഭാഗത്ത് കുറേ കല്ലുണ്ടായിരുന്നല്ലോ. അന്ന് ആ കല്ല് ഞാനെടുത്ത് മാറ്റി കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. ആ പുളി വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എത്ര വലിയ കറി വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മത്തിയൊക്കെ ആകുമ്പോൾ കുറച്ച് പുളിയൊക്കെ വേണം. കുറച്ച് പച്ച കുരുമുളകും കൂടി വേണം. അതും കൂടി പൊടിച്ചിട്ടാൽ സൂപ്പറാവും. മത്തിയിൽ ചെറിയ മത്തി വേണം കേട്ടോ, നല്ല വലിയ മത്തി വേണം. തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. നമ്മളെ മത്തിക്കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചെറിയ മത്തിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നു. മത്തിയിൽ നല്ല പിന്നെ പുളീനേക്കാളും നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ കുടംപുളി കഴിഞ്ഞിരുന്നു കേട്ടോ. മീൻ മസാല ചെയ്യുന്നു കേട്ടോ. അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ഞാൻ എണ്ണ ചൂടായി കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പെരുത്തി കുറച്ച് പാത്രങ്ങളൊക്കെ വേഗങ്ങളാണ് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മീൻ ക്ലീൻ ചെയ്തതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ കിച്ചണ് നല്ല അടക്കവും ഒതുക്കും നല്ല വൃത്തിയിൽ കൊണ്ടടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ള പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കുറേ പാത്രങ്ങളാകുമ്പോൾ നമുക്ക് മടിയാവും. പിന്നെ കിച്ചണൊക്കെ ഇങ്ങനെ ആകെ അലങ്കോലമായിട്ടൊക്കെ കിടക്കും. അപ്പോൾ എപ്പോഴും നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് നമ്മളെ കിച്ചണും മാത്രമല്ല നമ്മളെ വീട് മൊത്തം പരിസരമൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ടും കൊണ്ടുനടക്കണം. ആര് വന്ന് കണ്ടാലും ഒരു മോശം പറയാത്ത രീതിയിലാക്കണം. പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ആ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കി എടുത്ത് ആ പാത്രം കഴുകിയെടുത്തും പിന്നെ ആ സ്റ്റൗവിൻ്റെ താഴെയൊക്കെ ആയിട്ട് പിന്നെ ഇനി എങ്ങനെ ആയാലും മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗവും ടൈലും മൊത്തം എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ബാക്കിയുള്ളത് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തു. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ പിന്നെ ബാക്കിയുള്ള അകത്തൊക്കെ എല്ലാതും തുടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു, അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു.
ഇപ്പോൾ ബീരാൻകുട്ടിയൊക്കെ അന്ന് ചോറിനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അന്ന് ചോറിന് ഉണ്ടായിട്ടില്ലേന്ന് വെച്ചാൽ ചോറ് ഇന്നലെ മുന്നേട്ട് അവർ പിന്നെ 12 മണി ബാങ്ക് കൊടുത്താൽ പണി നിർത്തുമല്ലോ. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചാൽ പിന്നെ ചോറ് വേണ്ട പറഞ്ഞിട്ട് അന്ന് അങ്ങനെ പോവുകയാണ് അവർ ചെയ്തത്. ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് തന്നെ അങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് ചൂടാക്കും. എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണേ. ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തത്. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കുറച്ച് ഉരുളവും കൂടി ചേർത്ത് വെക്കാം. നമ്മളെ എല്ലാ ഫ്രണ്ട്സുകളെ വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാറുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഇനിയും വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ എല്ലാവരും വീഡിയോക്ക് കുറേ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ലൈക്ക് ചെയ്യൽ എങ്ങനെ എന്താണെന്നൊന്നും അറിയണില്ല തോന്നുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്കൊക്കെ തരണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.